പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടി നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് അടുത്തു. നമ്മൾ ഒരു ദിവസവും കർത്താവിൻ്റെ വരവിലേക്ക് അടുക്കുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രത്യാശ വർദ്ധിക്കുക, അവരുടെ സന്തോഷം വർദ്ധിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സന്തോഷം ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിക്കുകയാവുന്നു എന്ന്. വർദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ കാന്തനെ കാണുവാൻ നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ അതിനുള്ള ഏറിയ വാഞ്ചയുണ്ടോ? നിശ്ചയമായും രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദലിന് ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും കർത്താവിനെ കാണുവാനുള്ള പ്രത്യാശ അവരിൽ വർദ്ധിക്കും. പ്രത്യാശ ഉണർത്തുന്നതായിട്ടുള്ള ദൈവവചന പഠനം ധ്യാനങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അറിയേണ്ട വളരെ അനിവാര്യമായ ചില കാര്യങ്ങളാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ അറിയുന്നില്ലയോ? അപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട സമയത്ത് തന്നെ അറിഞ്ഞില്ല എങ്കിൽ, അത് ചെയ്യേണ്ടവണ്ണം ചെയ്തില്ല എങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് നമുക്ക് വലിയ പ്രയോജനമുണ്ടോ? ഇല്ല. അതെല്ലാം ആ സമയത്ത് തന്നെ നടക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട അത്യാവശ്യമായ കാര്യങ്ങളിൽ ചിലത് ഞാൻ രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീണ്ടും ജനിച്ച ദൈവപൈതൽ അവൻ ദൈവത്തോടുകൂടെയുള്ള വാസം ആരംഭിച്ചു കഴിഞ്ഞു. ദൈവികമായ കൂട്ടായ്മയിലാണ്. അവനിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അല്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു അറിവ് നമ്മളെ എപ്പോഴും ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പ്രേരിപ്പിക്കും. അത് വലിയൊരു അറിവ് തന്നെയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട പല ദൈവമക്കൾക്കും ആ അറിവ് എന്നും അതിനെയും ഭരിക്കുന്നില്ല. അത് നമുക്ക് വളരെ അനിവാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അല്പമായിട്ട് നിങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. രണ്ടാമത് കണ്ടത്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് മാവ് അത് പുളിച്ചു വരുവാൻ അല്പം പുളിമാവ് ചേർത്താൽ മതി, അത് മൊത്തം പെട്ടെന്ന് തന്നെ പുളിച്ചു വരും. അപ്പോൾ നമ്മുടെ ജീവിതം ഈ പുളിപ്പ് എപ്പോഴും നമുക്കറിയാം പാപത്തെയും അധർമ്മത്തെയും ലോകമോഹങ്ങളെല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പുളിപ്പില്ലാത്തവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചും നിങ്ങൾക്ക് വിശദമായി പറയുകയുണ്ടായി. ഇന്ന് മൂന്നാമത്തെ കാര്യം ഞാൻ പറയുക, നമ്മൾ അറിയേണ്ട അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ യോഗ്യമായ നിലയിൽ ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തണം. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഓർപ്പിക്കുന്നത്, 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യമാണ്. 1 Corinthians chapter 6 verse 2 and 3. അപ്പോൾ ഇവിടെ വായിക്കുന്നത് എന്താണെന്നറിയാമോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. നോക്കുക, അവിടെ അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് വായിക്കുന്നത്, അതിൻ്റെ 3-ാം വാക്യത്തിൽ, നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഈ രണ്ടറിവും നമുക്ക് ആവശ്യമായ കാര്യമാണ്. അപ്പോൾ ഭാവിയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് കർത്താവിനോട് കൂടെ നമ്മൾ 1000 ആണ്ട് ഈ ലോകത്തെ ഭരിക്കും. അപ്പോൾ നമുക്ക് ന്യായവിധിയുടെ അധികാരങ്ങൾ ലഭിക്കും. നമ്മളായിരിക്കും. അപ്പം ഞാൻ ആ ഭരണത്തെക്കുറിച്ച് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുൻപുള്ളൊരു ക്ലാസ്സിൽ. എങ്കിലും ഞാൻ അതിന് ചുരുക്കമായി പെട്ടെന്ന് പറയാം. 1000 ആണ്ട് വാഴ്ചയിലുള്ള ഭരണക്രമം, എല്ലാ വാക്യങ്ങളും എടുത്ത് ഞാൻ റെഫറൻസ് പറയാം. എല്ലാ വാക്യങ്ങളും എടുത്തപ്പോൾ വീണ്ടും വായിക്കുന്നില്ല. അപ്പോൾ മുഴു ലോകത്തെയും നമ്മുടെ കർത്താവായിരിക്കും ഭരിക്കുന്നത്. മുഴു ലോകത്തെയും അവിടുന്ന് രാജാതിരാജാവും കർത്താവുമായിട്ട് വാഴ്ച നടത്തും. അതിനെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യത്തിലും, വെളിപ്പാട് 20-ന്റെ 6-ാം വാക്യത്തിലും, സെക്കരിയാവ് 14-ന്റെ 9-ാം വാക്യത്തിലും വളരെ വ്യക്തമായി കാണുന്നൊരു കാര്യമാണ്. മുഴു ലോകത്തെയും അന്ന് കർത്താവ് നീതിയോടെ ഭരിക്കും. ഒരുപാട് റെഫറൻസുകൾ ഇനിയുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ ധാരാളം. അപ്പോൾ മുഴു ലോകത്തെയും കർത്താവ് തന്നെ ഭരിക്കുമ്പോൾ ആ സമയത്ത് ഇസ്രയേലിനെ ഭരിക്കുന്നത് അത് ദാവീദായിരിക്കും. അത് നമ്മൾ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ദാവീദായിരിക്കും അന്ന്
ഇസ്രയേലിനെ ഭരിക്കുക. എന്നിട്ട് ഇസ്രയേലിലെ 12 ഗോത്രങ്ങളെ ഭരിക്കുന്നത് അപ്പോസ്തലന്മാരായിരിക്കും. ഇത് കർത്താവ് തന്നെ അപ്പോസ്തലന്മാരോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മത്തായി 19:28 നമുക്ക് വായിക്കാൻ കഴിയും. വായിക്കണം, നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. അറിയത്തില്ലാത്തവർ ആ റെഫറൻസ് എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ വിശുദ്ധന്മാരും അവർ ജാതികളുടെ മേൽ അല്ലെങ്കിൽ പട്ടണങ്ങളുടെ മേൽ അവർ അധികാരികളായിരിക്കും. നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-27, ലൂക്കോസ് 19:17 മുതൽ 19 വരെ വാക്യങ്ങളിൽ കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കുക, അന്നത്തെ ആ ഭരണത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും. അപ്പോൾ അന്ന് നമുക്ക് അവരെ ഭരിക്കുമ്പോൾ അവരോടുള്ള ബന്ധത്തിൽ സകല വിധത്തിലുള്ള അധികാരങ്ങൾ കർത്താവ് നമുക്ക് തരും. എന്നാൽ ഇവിടെ വീണ്ടും പറയാണ്, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? അയ്യോ, ദൂതന്മാരെ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഏത് ദൂതനായിരിക്കും? അതിനെക്കുറിച്ച് പിശാചിനോടും അവൻ്റെ കൂടെയുള്ള ദൂതന്മാരെ കുറിച്ചല്ല. ഇത് വേറൊരു ഗണം ദൂതന്മാരാണ്. അവരെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അതിൻ്റെ തുടർന്നുള്ള സംഭവങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല. എങ്കിലും ഇവിടെ മനുഷ്യൻ്റെ പുത്രിമാർ സുന്ദരികളായിട്ട് കണ്ട ദൈവത്തിൻ്റെ പുത്രന്മാർ, ചിലർ പറയുന്നത് അത് സേത്തിൻ്റെ പുത്രന്മാരാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. ദൂതന്മാർക്ക് വിവാഹം കഴിക്കാനായിട്ടുള്ള യാതൊരു അവകാശവും അധികാരവും ഇല്ല. എന്നാൽ കാരണം ദൂതന്മാരാണെന്ന് ഞാൻ പറയാൻ കാരണം വെറുതെ അല്ല. ഇയ്യോബിൻ്റെ പുസ്തകം 38, ഇയ്യോബ് അതിൻ്റെ 38-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ ബി പാർട്ട്. അപ്പോൾ ഇയ്യോബ് ചാപ്റ്റർ 38:6, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ. അപ്പോൾ ദൈവപുത്രന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെ കുറിച്ചാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഈ ദൂതന്മാർ അവർ മനുഷ്യരുടെ പുത്രിമാർ സുന്ദരികളെന്ന് കണ്ട് അവരോടുകൂടെ വിവാഹം കഴിച്ചു. അപ്പോൾ ദൂതന്മാർക്ക് അങ്ങനെയുള്ള ഒരു അനുവാദമില്ല. അപ്പോൾ ഇല്ലാത്തത് അതിനെ ലംഘിച്ചു, പാപം ചെയ്തു. അപ്പം അവരെക്കുറിച്ചാണ് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിലും യൂദായുടെ ലേഖനത്തിലും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഞാൻ ഒന്ന് എടുത്ത് പ്രത്യേകിച്ച് വായിപ്പിക്കാം. 2 Peter chapter 2 verse 4, 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചെങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. ഇവിടെ പാപം ചെയ്ത ദൂതന്മാരെ എന്ത് ചെയ്യുന്ന? അന്ധതമസിൻ്റെ ചെങ്ങലയിട്ട്, ഇന്ന് അവരെ ചെങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അപ്പോൾ ഈ ദൂതന്മാർ പിശാചിനോട് കൂടെയുള്ള ദൂതന്മാരല്ല. കാരണം ഈ ദൂതന്മാർ ഈ പിശാചിനോട് കൂടെയുള്ള ദൂതന്മാർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. അവരെ ആരെയും ബന്ധിച്ചിട്ടിട്ടില്ല. അവരെ ബന്ധിക്കും 1000 ആണ്ട് വാഴ്ചക്കാലത്ത്. നമ്മൾ വെളിപ്പാട് 20-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെ വായിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് അവരെല്ലാം ബന്ധിച്ച് അഗാധ കൂപത്തിലിടും. എന്നാൽ ഇവിടെ ബന്ധിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്, ഇവർക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല, അവരെ ബന്ധിച്ചിരിക്കുകയാണ്. നമ്മൾ യൂദായുടെ ലേഖനം വാക്യം 6, യൂദ വേഴ്സ് 6, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഉണ്ടോ? അപ്പോൾ എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കും. അവർ ന്യായാധിപന്മാരായി ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്ന് ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുടെ വ്യാപാരം ഏത് നിലയിൽ നമ്മൾ വിശ്വസ്തയോടുകൂടി
വർദ്ധിപ്പിച്ചുവോ അതനുസരിച്ച് പട്ടണങ്ങളുടെ മേലും നഗരങ്ങളുടെ മേലും രാജ്യങ്ങളുടെ മേലും ഒക്കെ അവർക്ക് അന്ന് അധികാരം ലഭിക്കും. അവരന്ന് അവരെ ന്യായം വിധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, അവർ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും, അവർ ദൂതന്മാരെ വിധിക്കും. ഈ അറിവ് നമുക്ക് വേണം. ഈ അറിവ് വെച്ച് അതിന് യോഗ്യമായ നിലയിൽ കർത്താവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നവൻ അവനോടുകൂടെ രാജ്യം ഭരിക്കും എന്ന ഒരു പ്രയോഗം 2 തിമോത്തി 2:11 നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണേ ദൈവമക്കളെ. ഇന്ന് മാത്രമേ നമുക്ക് ആ പദവിയിൽ എത്തുവാനായിട്ടുള്ള അവസരമുള്ളൂ. അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിന് നമ്മൾ വളരെ ഗൗരവമായിട്ടെടുക്കണം. ഇന്ന് നമ്മൾ വിശ്വസ്തരായി കർത്താവിനെ സേവിച്ചില്ല എങ്കിൽ നമുക്കൊരിക്കലും കർത്താവിനോട് രാജ്യഭരണത്തിൽ വരാൻ കഴിയില്ല. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കും എന്നാണ് മത്തായി 25:21 23 നമ്മൾ വായിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. നമുക്കങ്ങനെ കർത്താവ് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അറിവ് നമുക്ക് വേണം. അറിവില്ലെങ്കിൽ നമുക്ക് എന്ത് നേടാൻ പറ്റും? അപ്പോൾ ഈ യഥാർത്ഥമായ അറിവ് നമ്മളെ ഭരിക്കണം. അതിന് യോഗ്യമായ നിലയിൽ അല്ലെ, അറിയാതെ ഇതിൻ്റെയൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമുക്ക് ന്യായവിധി ദിവസത്തിൽ പ്രതിഫലമുണ്ട്. അന്നാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ, നമുക്ക് ലഭിക്കുന്ന മഹിമ, മറ്റുള്ള അതുല്യമായ അനേക കാര്യങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്നതെല്ലാം എങ്ങനെയുള്ളതായിരിക്കും? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഭാവനയ്ക്കൊക്കെ അപ്പുറമാണ് നിത്യത. ദൈവം നമുക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോയി. അവിടുന്ന് 2000 വർഷങ്ങളായിട്ടും ആ ഭവനം ഒരുക്കി കഴിഞ്ഞിട്ടില്ല. ഈ ലോകത്തെ വീണ്ടും പുതുക്കിപ്പണിത് മനുഷ്യയോഗ്യമാക്കി തീർക്കുവാൻ ദൈവത്തിന് വെറും 6 ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. എന്നാൽ ഇന്നും തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്നത്, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത്ര അത്യത്ഭുതമായ കാര്യങ്ങൾ ആത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതല്ലേ നമ്മൾ 1 കൊരിന്ത്യർ 2:9-10 വാക്യത്തിൽ വായിക്കുന്നേ. അതേ ദൈവമക്കളെ, നമ്മൾ വ്യക്തമായ കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് സാധിക്കും. ഇത് നമ്മൾ വചനത്തെ അതുപോലെ വിശ്വസിച്ച് ഇന്ന് ഈ ചെറിയൊരായുസ് കർത്താവിനോടുകൂടെ വിശ്വസ്തരായി കർത്താവിനെ സേവിക്കുമെങ്കിൽ കർത്താവ് നമുക്ക് ഈ പദവികൾ നമുക്ക് തരും. അപ്പോൾ നമ്മൾക്ക് ഈ അറിവുണ്ടായെങ്കിൽ മാത്രമേ അതിന് യോഗ്യമായിട്ട് നമുക്ക് പ്രവർത്തിച്ച് ആ പദവിയിൽ എത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് ഒരു കാര്യം കൂടെ ഇപ്പോൾ ഇന്ന് ഓർപ്പിക്കാം, അടുത്ത 2 കാര്യം നാളെ ഓർപ്പിക്കാം. അത് അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ എന്നുള്ളതാണ്. അന്യായം ചെയ്യുന്നവർ, നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളാണ്. 1 Corinthians chapter 6 verse 9 and 10. അവിടെ വായിക്കുന്നത്, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? ചോദ്യമാണ്. എന്നിട്ട് ആ അന്യായത്തെക്കുറിച്ച് വീണ്ടും അവിടെ പറയാണ്, അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണാൻകാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വക പാപസ്വഭാവങ്ങളിൽ ജീവിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതിൻ്റെ 11-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 11 Corinthians chapter 6 verse 11. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾ പണ്ടിങ്ങനെ ആയിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അതാണ് സത്യം. കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ഏതെല്ലാം നിലകളിൽ നമ്മൾ പാപത്തിൻ്റെ അടിമകളായി പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പിശാചിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിച്ചൊരു കാലഘട്ടം. എന്നാൽ കർത്താവിൻ്റെ സുവിശേഷം കർത്താവ് നമ്മളിൽ എത്തിച്ചു. അത് കേട്ട് വിശ്വസിക്കാനുള്ള ഭാഗ്യം, കൃപ നമുക്ക് തന്നു. വാസ്തവത്തിൽ എത്ര വലിയ കാര്യമാണ്. കൃപയാലല്ലോ നാം വിശ്വാസമാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രവൃത്തികളൊന്നും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഈ വലിയ രക്ഷ പ്രാപിച്ചവർ വീണ്ടും ആ പഴയ പാപസ്വഭാവങ്ങളിലേക്ക് പോകരുത്. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ 2 കൊരിന്ത്യർ 5:15 വായിക്കുന്നത്. അതാണ് സത്യം. കാരണം ദൈവം നമുക്കൊരു പുതിയ ഹൃദയം തരുന്നു.
പുതിയൊരു ആത്മാവിനെ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്ത ആത്മാവ്, നമ്മുടെ പാപസംബന്ധമായി അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ എവിടെ മരിച്ചിരുന്നു? ദൈവമായിട്ടുള്ള സമ്പർക്കത്തിന് വേണ്ടി ദൈവം നമുക്ക് തന്നിരുന്ന ആത്മാവിൽ മരിച്ചു. മനുഷ്യാത്മാവിൽ മരിച്ചിരുന്നു. ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടല്ലേ അവിടെ നമ്മളെ ഉയർപ്പിച്ചു എന്ന് എഫേസ്യർ 2:1 വായിക്കുന്നേ. എത്ര അത്ഭുതമുള്ളവരെ! ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ കൊണ്ടുവന്നു, നമുക്കൊരു പുതിയ ഹൃദയം തന്നു, എന്നിട്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നു. 1 കൊരിന്ത്യർ 2:16 അവസാനം വായിക്കുന്നു, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നു. അത്രമാത്രമല്ല പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നു. എസ്കേൽ 26:26-27 അതൊക്കെ വായിച്ച് നമ്മൾ ധ്യാനിക്കണം. ഒരു വീണ്ടും ജനിക്കുന്ന ദൈവം ഇതിനെ കർത്താവ് ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റുകയാണ്. അവനെ മൊത്തമായിട്ട് അവൻ്റെ ജീവിതം മാറ്റിയെടുക്കുകയാണ്. വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ദൈവാനുരൂപരായി ജീവിക്കുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവം. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉപമ ഞങ്ങളോട് പെട്ടെന്ന് പറയാം, ഒരുപാട് സമയമെടുക്കാനില്ലല്ലോ. ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു പന്നിക്കുട്ടിയോട് വലിയ ഇഷ്ടമായി. കുഞ്ഞ് ചെറുപ്പമായിരിക്കുമ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ. പോർക്ക് എന്ന് പറയല്ലേ നമ്മുടെ മലയാളത്തിൽ, പോർക്ക്, ആ വെളുത്ത പന്നി. അപ്പോൾ ഈ വ്യക്തി വലിയ നാട്ടിനാണ്. അപ്പോൾ അദ്ദേഹം കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഈ പന്നിക്കുട്ടി ഈ ആ പുറകിലെ സീറ്റിൻ്റെ അവിടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കും. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതൊരു ചെടിക്കുണ്ടിൻ്റെ അവിടെ പോകാനിടയായി. അപ്പോൾ ഈ വണ്ടി അവിടെ വളരെ സ്ലോ ആയി. ഈ പന്നി എന്ത് ചെയ്തു? ജമ്പ് ചെയ്തു, ഈ ചെടിക്കുണ്ടി പോയി കിടന്നു. അതവിടെ പോയി അതിനകത്ത് കളിക്കുക. ഇയാൾക്ക് ആവപ്പാടെ ദുഃഖമായി. എന്ത് ചെയ്യാനാ? ഇനി ഈ ചെടിയോട് കൂടിയ വണ്ടി ഇരുത്തുന്നത് എങ്ങനെയാണ്? വലിയ വണ്ടിയാണ്, ഇവരുടെ വണ്ടിയാണ്. ഏതായാലും ഈ മനുഷ്യൻ ആ പന്നിയോടുള്ള സ്നേഹനിമിത്തം ആ പന്നിയെ ചെവിക്ക് പിടിച്ച് കൊണ്ടുവന്ന് താൻ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം കൊണ്ട് അതിനെ കഴുകി വീണ്ടും അതിനെ ആ വണ്ടിയിൽ ഇരുത്തി തൻ്റെ ഒരു സ്നേഹിതനായ ഒരു മൃഗ ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. പറഞ്ഞു, ഇനി ഈ പന്നി ഒരിക്കലും ഇങ്ങനെയുള്ള വെള്ളത്തിലേക്ക് പോകാൻ, ഈ അഴുക്കിൽ പോകാൻ പാടില്ല. അയാൾ പറഞ്ഞു, എന്തൊരു പറച്ചിലാ നീ പറയുന്നേ? പന്നി എപ്പോഴും ചെളി കണ്ടാൽ അത് ആ ചെളിയിൽ കിടക്കുന്നതിനല്ലേ അതിനിഷ്ടം. അല്ല, നീ എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും മരുന്ന് കൊടുത്ത് നീ അതിനൊന്ന് ശരിയാക്കണം, ഞാൻ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതേ ആൾക്കാരെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി, ഒരാഴ്ചത്തേക്ക് നീ എൻ്റെ അടുത്ത് വിട്ടിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ വിട്ടിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെന്നപ്പോൾ സംഗതിയെല്ലാം ഓക്കെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എല്ലാം ഓക്കെ ആയി. അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു. അവസാനം ഈ പന്നിയുമായിട്ട് താൻ വീണ്ടും അതേ വഴിയിലൂടെ പോവുകയാണ്. അപ്പോൾ ആ ചെളിക്കുണ്ടിൻ്റെ അടുക്ക് വന്നപ്പോഴത്തേക്കും പുള്ളി ഒന്ന് വണ്ടിയൊന്ന് നിർത്തി. എന്നിട്ട് ഈ പന്നിക്ക് യാതൊരു മാറ്റവും ഇല്ല. സംഭവിച്ചതെന്താ അറിയാമോ? ഇദ്ദേഹത്തിന് ഒരു അതിശയായി. ഈ പന്നി ആ ചെളിയിലേക്ക് ചാടുന്നില്ല. അതിനെ അങ്ങോട്ടൊന്ന് ഇറക്കാൻ നോക്കിയിട്ട് പോലും ഇറങ്ങാനായിട്ട് തയ്യാറല്ല. ഇദ്ദേഹത്തിന് ഭയങ്കര അതിശയായി, ഭയങ്കര സന്തോഷമായി. ഇദ്ദേഹം തിരിച്ചു ചെന്നു കൂട്ടുകാരൻ്റെ അടുക്കെ, ഈ മൃഗ ഡോക്ടറിൻ്റെ അടുത്ത്. അദ്ദേഹം ചോദിച്ചു, സഹോദര, നീ എന്ത് ചെയ്തു? ഈ പന്നി ഇപ്പോൾ ചെളിയിൽ പോകുന്നില്ല. അന്നേരം പറഞ്ഞു, അതേ, ഞാൻ അതിൻ്റെ ഹൃദയം മാറ്റിവെച്ചു. ഞാൻ ആ പന്നിയുടെ ഹൃദയം മാറ്റിയിട്ട് ഞാൻ അതിനൊരു ആടിൻ്റെ ഹൃദയം വെച്ചു. അപ്പോൾ ഈ ആടിൻ്റെ ഹൃദയം വന്നതുകൊണ്ട് ഇപ്പോൾ ഈ ആടൊരിക്കലും എന്ത് ചെയ്യല, ചെളിയിലേക്ക് പോയല്ല. ചെളി പറ്റിയ കഴിഞ്ഞാൽ തന്നെ അത് എവിടെയെങ്കിലും വരച്ച് അത് വൃത്തിയാക്കും, അത് അല്ലാതെ വിഷമിക്കും. നോക്കുക. അപ്പോൾ ദൈവം നമ്മുടെ ആ ലോകമയത്വമുള്ള പാപമംഗലമായ ഹൃദയത്തെ മാറ്റി ദൈവം നമുക്ക് എന്ത് ചെയ്തു? ഒരു നിർമ്മലമായ ഹൃദയം നമുക്ക് തന്നു. ഈ ഹൃദയം പ്രാപിച്ച ഒരു വ്യക്തി നമ്മൾ ചിന്തിക്കണം, വീണ്ടും ആ അഴുക്കിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയില്ല, അവർക്ക് ആഗ്രഹം ഉണ്ടായില്ല. നോക്കുക, എത്ര വിശിഷ്ടമായ കാര്യമല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കുന്നത്, നമ്മളിൽ അങ്ങനെയുള്ള പാപ സ്വഭാവങ്ങൾക്ക് പിന്നീട് നമുക്കൊരു ഇഷ്ടമുണ്ടായില്ല. എന്നാൽ നമ്മൾ നമ്മുടെ പഴയ സ്വഭാവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ റോമാലേഖനത്തിലെ 1-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 28-32 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് ഒത്തവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഉണ്ടോ?
നോക്കുക, അത് ഈ ലോക മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവർ മരണയോഗ്യർ എന്ന് പറഞ്ഞാൽ അവർ നിത്യനരകത്തിന് യോഗ്യരാണ്. പാപത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ദൈവാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയരായിട്ട് ജീവിക്കണം. ആത്മാവിൽ നമ്മൾ നടത്തപ്പെടണം. നമ്മളിൽ ഒരിക്കലും ജഡത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പാടില്ല. നമ്മൾ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയിൽ കാണുന്ന പ്രവൃത്തിയാണ് ജഡത്തിൻ്റെ പ്രവൃത്തി. അവരെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഗലാത്യ ലേഖനം 5:19 മുതൽ 21 വരെ, ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19 to 21. അവിടെയും നമ്മൾ വായിക്കുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നോക്കുക, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മൾ പണ്ട് ശരീരത്തെ അനുസരിച്ച് നമ്മുടെ ജഡാഭിലാഷ പ്രകാരം ജീവിച്ചതുപോലെ ഒരു ജീവിതമല്ല. അത് നമ്മൾ വളരെ വ്യക്തമായി നമ്മളെ തന്നെ പരിശോധിച്ചറിയണം. ഇന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പാപത്തിൽ രസിക്കാൻ കഴിയുന്നൊരു അനുഭവമാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ യഥാർത്ഥമായ വീണ്ടും ജനനം നടന്നില്ലെന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ല എങ്കിൽ വഞ്ചിക്കപ്പെടാം. എല്ലാ ദൈവമക്കളും ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നും പാപസ്വഭാവത്തിൽ ജീവിച്ചാൽ അത് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കത്തിലല്ല. നമുക്കറിയാമല്ലോ, നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, എഫേസ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5, അവിടെയും വായിക്കുന്നത് ഇങ്ങനെയാണ്: ദുർനടപ്പുകാർ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ, ഈ അറിവ് വേണം പ്രിയമുള്ളവരെ. ഇവിടെയെല്ലാം നമ്മൾ വളരെ സൂക്ഷിക്കണം. അതൊന്നും സൂക്ഷിക്കാതെ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ നമ്മൾ വഞ്ചിക്കപ്പെടും. ഈവൻ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവസാനം ഒരു വലിയൊരു മുന്നറിയിപ്പാണ്. നിത്യാഗ്നിയിലേക്ക് പോകുന്ന ആ ഗ്രൂപ്പുകാരുടെ അവരുടെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് അവിടെ വർണ്ണിച്ചിരിക്കുക. ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം. അവിടെ വായിക്കുന്നത്: എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോസ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഒന്ന് ശാരീരികമായി മരിച്ച് നമ്മൾ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. അതിനുശേഷം കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ, വെള്ള സിംഹാസനത്തിന് മുമ്പിൽ അവർ വെളിപ്പെടും. അവരുടെ പേർ ജീവപുസ്തകത്തിലില്ല എന്ന് വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ അവർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ്റെ അവകാശികളായി തീർന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവർക്ക് പിശാചിനോ അവൻ്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് അവരെ പറഞ്ഞേക്കും. എത്ര ഭയങ്കരമല്ലേ! ഈ ഒരു അറിവ് നമുക്ക് ഈ ലോക ജീവിതകാലത്ത് ഉണ്ടായിരിക്കണം പ്രിയമുള്ളവരെ. പിന്നെ പലരും മരണാനന്തരം അവരിത് പറയാൻ സാധ്യതയുണ്ട്. അയ്യോ, ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ നരകമുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിച്ചേനെ എന്നൊക്കെ അന്ന് ചിലപ്പോൾ പറയാനിടയാവും. ചിന്തിക്കുക, പ്രിയമുള്ളവരെ, സ്വർഗവും നരകവും അതൊരു യാഥാർത്ഥ്യമാണ്. ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ പിശാചുമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയൊരായുസ് നമ്മൾ ആരെ അനുസരിക്കുന്നു? നമ്മൾ സ്വർഗത്തിലായിരിക്കണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ആ ജീവിതം ആരംഭിക്കണം. കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നമ്മളായിരിക്കണം. നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചെന്നുള്ള, രക്ഷിക്കപ്പെട്ടു എന്നും പാപമോചനം പ്രാപിച്ചു എന്നുള്ള ഉറപ്പ് പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ച് നമുക്ക് ദൈവഹിതത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളിന്നും നമ്മൾ പാപത്തെ വളരെ ലാഘവത്തോടെ കണ്ടുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തെറ്റുകളിലേക്ക് നമ്മൾ പോകുന്ന ഒരു അനുഭവമാണെങ്കിൽ അതൊരു വഞ്ചനയാണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിപ്പീൻ എന്ന് പറയാൻ കാരണം, ന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നിട്ട് ചോദിക്കുകയാണ്. വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഏതെങ്കിലും തെറ്റ് ചെറിയതായിട്ട് എണ്ണിക്കൊണ്ട്
നിസ്സാരമായി കണ്ടുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ വഞ്ചിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കും. ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യം പറയാം. കാരണം ജയാളികൾ കർത്താവിനോട് കൂടെ 1000 വർഷം ലോകത്തെ ഭരിക്കും. അവർ നിത്യം രാജാക്കന്മാരായിരിക്കും. പിന്നീടുള്ള ഭരണത്തിൻ്റെ ക്രമങ്ങളൊക്കെ മറ്റു രീതിയാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ടും അതിനുള്ള ഒരുക്കം നമ്മൾ ചെയ്യണം, അതറിയണം. രണ്ടാമത് ഇന്ന് നമ്മൾ ചിന്തിച്ചത്, അന്യായി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അല്ലെങ്കിൽ നമ്മൾ ജഡപ്രകാരം ജീവിച്ച് പാപത്തിൻ്റെ അടിമയായി ജീവിച്ച് യഥാർത്ഥമായി ദൈവം ഒരുക്കിയ രക്ഷ നമ്മൾ സ്വന്തമാക്കാതെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിൽ കാണപ്പെടുവാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട് ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. കാരണം വീണ്ടും ജനനത്തിലൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞ കാര്യം യോഹന്നാൻ 3:5 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തി ഇന്ന് തന്നെ ദൈവരാജ്യത്തിലാണ് എന്നാണ് ആ അനുഭവം നമുക്ക് വേണം. റോമർ 14:17. ദൈവരാജ്യം എന്നുള്ളത് ഭക്ഷണപാനീയങ്ങൾ, ഈ ലോകത്തിലെ സൗകര്യങ്ങളൊന്നുമല്ല. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണെന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. ആ അനുഭവം ഇന്ന് എനിക്കുണ്ടോ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും വളരെ വിലപ്പെട്ട കാര്യമല്ലേ? നീതി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ട അനുഭവം, കുറ്റവിമുക്തനായ അനുഭവം. ഇത് ദൈവം കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന റോമർ 5:1 നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. അവർക്ക് ദിവ്യ സമാധാനം അവർക്ക് ദൈവം കൊടുക്കുക, തൻ്റെ സമാധാനം. യോഹന്നാൻ 14:27. നോക്കുക, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. കർത്താവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സമാധാനം. ആ സമാധാനം നമ്മളെ വാഴണം. എന്നിട്ട് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. കാരണം അവർ ആത്മാവിലാണ്. ആത്മാവിൻ്റെ ഫലമാണ് സന്തോഷം, അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലം ഉള്ളവരായിരിക്കും യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ചിന്തിക്കുക, ഇന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് ഉറപ്പുണ്ടോ? ഈ കാര്യം അറിഞ്ഞാണോ നമ്മൾ ജീവിക്കുന്നത്? അറിയണം ദൈവമക്കളെ. നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ഈ ലോക ജീവിതയാത്രയിൽ ഈ അറിവില്ലാതെ നമ്മൾ ജീവിച്ച് അവസാനം മരണാനന്തരം നേരെ ആ അധമപാതാളത്തിലേക്കും അവിടുന്ന് ക്രിസ്തുവിൻ്റെ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിലേക്കും അവിടുന്ന് നിത്യനരകത്തിലേക്കും പോകുന്ന യാത്രയാണെങ്കിൽ പ്രിയമുള്ളവരെ, അയ്യോ കഷ്ടം. സുവിശേഷത്തെ നമ്മൾ തുച്ഛീകരിക്കരുത്. ലോകത്തിൽ ഒറ്റ സുവിശേഷമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ഹീനഭാവിക്കും രക്ഷയുണ്ട്. അത് ദാനമാണ്. അത് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ഒരു ദൈവവേദനായി, ഒരു വിശുദ്ധനായി, വിശുദ്ധിയായി ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി പ്രാർത്ഥിക്കണം. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പദവിയാണ്. അപ്പോൾ നമ്മുടെ അറിവിനെക്കുറിച്ച് 4 അറിവുകളെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞു. ഒന്നാമത്തെ അറിവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള അറിവാണ്. വീട്ടിൽ ജനിച്ച എല്ലാ ദൈവമക്കളിലും ഈ അറിവുണ്ടായിരിക്കണം. രണ്ടാമത് നമ്മൾ വായിച്ചത്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നുള്ള അറിവാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തെറ്റ് അതിനെ നിസാരവൽക്കരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തെ തകർക്കുവാനിടയായിരിക്കും. മൂന്നാമത് ഇന്ന് നമ്മൾ കണ്ടത്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നുള്ളതാണ്. ഈ അറിവുണ്ടെങ്കിൽ നമുക്ക് വിധിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ നമുക്ക് ഭരിക്കാൻ തക്കവണ്ണം, കർത്താവിനോട് കൂടെ ഭരിക്കാൻ തക്കവണ്ണമുള്ള യോഗ്യത നമ്മൾ ഈ ലോക ജീവിതത്തിൽ പ്രാപിക്കണം. ജയാളികൾക്ക് മാത്രമേ അത് കഴിയൂ. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ജയാളികളല്ല. എന്നാൽ ജയാളികൾക്കാണ് ഈ വാഗ്ദത്തം. അതുകൊണ്ട് ആ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. നാലാമതായി നമ്മൾ കണ്ടത്, അന്യായി ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇന്നും അനേകരും രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നെങ്കിലും അവർക്ക് ആത്മീയമായ നമ്മൾ സന്തോഷം അവർ കാണുന്നില്ല. അവർക്ക് യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം അവർ കാണുന്നില്ല. അവരൊരു പുതിയ സൃഷ്ടിയായി തീർന്നതായിട്ട് കാണുന്നില്ല. എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കണം. ഒരു സ്വയശോധന ചെയ്യണം. ഞാൻ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടോ? ജീവപുസ്തകത്തിൽ എൻ്റെ പേരുണ്ടോ? സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അവർ സന്തോഷിക്കും. അവർക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയും. അവർക്ക് എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഈ അറിവ് വെച്ച് അറിവിൻ പ്രകാരം ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച് കർത്താവ് എന്ന ആ മാതൃകയെ പിൻപറ്റി കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിപ്പാൻ കേൾവിക്കാരെ എല്ലാ ദൈവമക്കൾക്കും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.